ഇന്ന് ലോകം മദേഴ്സ് ഡേ കൊണ്ടാടുന്നതായിട്ടുള്ളൊരു ദിവസമാണ്. ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ അമ്മമാർക്കും വളരെ അനുഗ്രഹീതമായിട്ടുള്ള മദേഴ്സ് ഡേ ഞാൻ ആശംസിക്കുന്നു. ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ സമാധാനം പ്രഖ്യാപിച്ചിരിക്കുന്നതായിട്ടൊരു അവസരം കൂടിയാണ്. ആഗോള വ്യാപകമായുള്ള കത്തോലിക്ക സഭയിൽ പുതുതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതായിട്ടുള്ള മാർപ്പാപ്പ ലിയോ 14 ജനങ്ങളോട് സംസാരിച്ചതായുള്ള അവസരത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടാകട്ടെ എന്നതൊക്കെ പ്രാർത്ഥിച്ചത് കാലികവും സംഗതവുമായുള്ളൊരു ദൂതായിട്ട് ഞാനിതിനെ കണക്കാക്കുന്നു. ലോകമെമ്പാടും ദൈവത്തിൻ്റേതായുള്ള സമാധാനം അനുഭവിപ്പാനും സമാധാന കാംക്ഷികളായിട്ട് ജീവിപ്പാനും മറ്റുള്ളവർക്ക് സമാധാനം നൽകുവാനും ദൈവം സംഗതിയാക്കട്ടെ. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും എന്ന് കർത്താവ് പർവ്വത പ്രസംഗത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിന് വിഷയീഭവിപ്പാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 21 അധ്യായം 19 വാക്യമാണ്. Gospel according to St. John chapter 21 verse 19. എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. ഫോളോ മീ. ഉയർത്തെഴുന്നേറ്റതായുള്ള കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരിൽ പ്രധാനിയായുള്ള പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തുന്നതായിട്ടുള്ള വേദഭാഗമാണ് ഇന്ന് വിശുദ്ധ ഏവൻഗേലിയനായിട്ട് വായിച്ച് കേൾക്കുവാൻ കോണം നമുക്ക് ഇടയായിട്ട് എത്തുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 21 അധ്യായം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഒന്നാമത് ദ ഗ്രേറ്റ് ക്യാച്ച്. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതിരുന്ന 7 ശിഷ്യന്മാർ പുലർച്ചയ്ക്ക് കരയിൽ നിന്നതായുള്ള കർത്താവ് അവരോട് പറയുന്നു, എൻ്റെ പടകിൻ്റെ വലത്ത് വശത്ത് വല വീശുവിൻ. അവർ കേട്ട് അനുസരിച്ചു. പെരുത്ത മീൻകൂട്ടം നിറഞ്ഞ വലയാണ് അവർക്ക് കരയ്ക്ക് കൊണ്ടുവരുവാൻ ഇടയായിട്ടെത്തുന്നത്. രാത്രി മുഴുവൻ അധ്വാനിച്ച് ക്ഷീണിതരായി കരയിലേക്ക് അടുക്കുന്നതായുള്ള അവസരത്തിൽ കർത്താവ് അവരോട് പറയുകയാണ്, വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവിൻ. The fellowship of a great breakfast. എന്നാൽ കർത്താവ് അവിടെ അവസാനിപ്പിക്കുന്നില്ല. കർത്താവിന് ശേഷം ശിഷ്യന്മാരിൽ പ്രധാനിയായിട്ടുള്ള പത്രോസിനെ നേരെ തിരികെയാണ്. യോഹന്നാൻ്റെ മകനായ ശിമോനെ, നീ ഇവരെക്കാളൊക്കെ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. ആ ചോദ്യത്തിന് 2 വശങ്ങളുണ്ട്. ഒന്ന്, തനിക്ക് ഇതുവരെ ഉണ്ടായ ഗ്രേറ്റ് ക്യാച്ച്, ദി വണ്ടർഫുൾ ബ്രേക്ക്ഫാസ്റ്റ് ഫെലോഷിപ്പ്, ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ സാന്നിധ്യം, ഇതെല്ലാം ജീവിതത്തിൽ അനുഭവിക്കുന്ന അവസരത്തിൽ കർത്താവ് അവനോട് ചോദിക്കുകയാണ്, ഇവയേക്കാളൊക്കെ അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ട്. രണ്ടാമത്, 7 ശിഷ്യന്മാരോട് ചേർന്നാണ് മീൻ പിടിക്കുവാനായിട്ട് പോയത്. 12 ശിഷ്യന്മാരിൽ യൂദാ ഇസ്കരിയോത്താവ് ഒഴിച്ച് ബാക്കി 11 ശിഷ്യന്മാരുണ്ട്. എൻ്റെ കർത്താവ് ഈ പത്രോസിനോട് ചോദിക്കുന്നു, നീ ഇവരെക്കാളൊക്കെ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ട്. പത്രോസിനോട് 3 പ്രാവശ്യം ആ ചോദ്യം ചോദിക്കുകയുണ്ടായി. ഒന്നിൽ കൂടുതൽ ആവർത്തിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ആ ചോദ്യത്തിന് അടിവരയിടുന്നു എന്നാണ് അർത്ഥം. രണ്ടാമത്, യേശുവിനെ 3 പ്രാവശ്യമാണ് പത്രോസ് തള്ളി പറഞ്ഞത്. അതുകൊണ്ട് 3 പ്രാവശ്യം യേശു ചോദിച്ച് പത്രോസിന് യേശുവിനോട് സ്നേഹമുണ്ട് എന്നത് ഉറപ്പുവരുത്തുന്നതായിട്ടുള്ള അവസരം കൂടിയാണ്. 3ാമത്തെ പ്രാവശ്യം കർത്താവ് ചോദിക്കുന്നതായുള്ള അവസരത്തിൽ പത്രോസിൻ്റെ മനസ്സ് തകർന്നു പോകുന്നുണ്ട്. അപ്പോൾ പത്രോസ് യേശുവിനോട് പറയാണ്, നീ സകലതും അറിയുന്നു,
നിനക്ക് മറവായിരിക്കുന്ന ഒന്നുമില്ല. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നത് നീ അറിയുന്നുണ്ടല്ലോ. എൻ്റെ ആടുകളെ മേയിക്ക എന്നാണ് കർത്താവ് അവനോട് പറയുന്നത്. പാസ്റ്ററൽ മിനിസ്ട്രി ഉടനെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ചിന്ത ഒരു അച്ഛന്മാർ ചെയ്യുന്നതായുള്ളൊരു ശുശ്രൂഷ അല്ല. പ്രീസ്റ്റ്ഹുഡ് ഓഫ് ഓൾ ബിലീവേഴ്സ്, വിശുദ്ധ മാമോദിസ ഏറ്റ എല്ലാവരും ഈ ലോകത്തിൽ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, വിശുദ്ധ മാമോദിസ ഏറ്റവരായ എല്ലാവരും, പുരുഷന്മാരായാലും സ്ത്രീകളാണേലും കുഞ്ഞുങ്ങളാണേലും, മാമോദിസ ഏറ്റതായുള്ള എല്ലാവരും ഈ ലോകത്തിൽ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുവാൻ്റെ കോണം വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത് രാജകീയ പുരോഹിത വർഗമാണ് നാം എന്നത്. യേശുവിനെ അദമ്യമായിട്ട് സ്നേഹിക്കുന്ന ഒരാൾക്ക് മാത്രമേ യേശു നൽകിയതായുള്ള പൗരോഹിത്യ ശുശ്രൂഷ ഈ ലോകത്തിൽ നിർവഹിപ്പാനായിട്ട് കഴിയുകയുള്ളൂ. ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയുന്നതിനായിട്ട് സാധിക്കും. ഉവ്വ് കർത്താവേ എന്നൊക്കെ പറയുന്നതിനായിട്ട് സാധിക്കും. എന്നാൽ 3 പ്രാവശ്യമൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ അത് മനസ്സിൽ കൊള്ളും. പത്രോസിന് അതാ സംഭവിക്കുന്നത്. നീ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഇന്ന് മദേഴ്സ് ഡേ ആണെന്നൊക്കെ ഞാൻ പറയുകയുണ്ടായി. എല്ലാ അമ്മമാരും ഈ ചോദ്യം വളരെയധികം പ്രാവശ്യം ചോദിച്ച് കേട്ടിട്ടുണ്ട്. ഒന്നിൽ ഭർത്താവെ ചോദിക്കുന്നതായുള്ള ചോദ്യം, നീ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ മക്കൾ ചോദിക്കുന്നതായുള്ള ചോദ്യം, അമ്മയ്ക്ക് എന്നോട് സ്നേഹമുണ്ട്, അപ്പയ്ക്ക് എന്നോട് സ്നേഹമുണ്ട്. സ്നേഹം നമ്മെ എല്ലാം ബൈൻഡ് ചെയ്യുന്നതല്ല ഒന്നാണ്. ഈ ലോകത്തിൽ വെവ്വേറെ ആളത്വമുള്ളവരായി ജീവിക്കുന്നതായുള്ള അവസരത്തിൽ തന്നെ നമ്മെ ബന്ധിപ്പിക്കുന്നതായുള്ള ഒന്നാണ് സ്നേഹം എന്ന് പറയുന്നത്. നമ്മുടെ ഹൃദയവും സ്നേഹവും അർപ്പിതമായിരിക്കുന്നത് എവിടെയാണോ, നമ്മുടെ ഹൃദയവും മനസ്സുമെല്ലാം അർപ്പിതമായിരിക്കുന്നത് എവിടെയാണോ അവിടെയാണ് ദൈവസന്നിധിയിലുള്ള നമ്മളുടെ യാഗപീഠം. ആൽബർട്ട് ഷ്വൈറ്റ്സർ കേട്ടിട്ടുള്ള ഒരു പേരാണ്. ആഫ്രിക്കൻ പ്രദേശത്തെ ദരിദ്രരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ തന്നെ അവരുടെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിച്ചതായിട്ടുള്ളൊരു മനുഷ്യനാണ്. ഒരു ഡോക്ടറായി തീർന്നതുമൊക്കെ ഈ ആളുകളെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മളുടെ അങ്കോല ആശ്രമത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നതായിട്ടുള്ള ഒരു അന്നമ്മ സിസ്റ്ററെ മിഷണറി വേലയ്ക്ക് പോയതിനു ശേഷമാണ് MBBS എടുക്കാനായിട്ട് പോയത്. കാരണം കൂടുതൽ എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കുവാൻ എനിക്കിടയാവേണ്ടത് ഒരു ഡോക്ടറായിക്കൊണ്ടാണ് എന്നെ ചിന്തിച്ചത് കൊണ്ടാണ്. ആദ്യം ടിബറ്റൻ ബോർഡറിലൊക്കെയാണ് പോയത്, പിന്നെ വന്ന് അങ്കോലയിലൊക്കെ താമസിച്ച് പ്രവർത്തിക്കുകയുണ്ടായി. മദർ തെരേസ നല്ലൊരു ജോലിയും ജീവിത സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു വിദേശ വനിതയാണ്. ഇന്ത്യയിൽ വന്ന് കൽക്കട്ടയിലൊക്കെ താമസിച്ച് പ്രവർത്തിച്ചതായുള്ള ഒരാളാണ്. എന്നാൽ തൻ്റെ ജനലിലൂടെ താഴേക്ക് നോക്കിയപ്പോൾ ഈ റോഡിൻ്റെ അരികിൽ പ്ലാസ്റ്റിക്കൊക്കെ വലിച്ചു കിട്ടി അതിനടിയിൽ കിടക്കുന്നതായുള്ള ആളുകളെ കാണുകയുണ്ടായി. അവരുടെ ഇടയിലാണ് എനിക്കുള്ള ഒരു ശുശ്രൂഷ എന്നത് മനസ്സിലാക്കി അനുവാദം വാങ്ങി, സഭയുടെ അനുവാദം വാങ്ങി, പോപ്പിൻ്റെ അനുവാദം വാങ്ങി പോയി പ്രവർത്തിച്ചതായുള്ള ആളാണ്. അങ്ങനെ പ്രവർത്തിക്കുന്നതായുള്ള ഇടത്തെല്ലാം അവരും അവരോട് കൂടെയുള്ള ആളുകളോടും മദർ തെരേസ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമുണ്ട്. നിങ്ങളുടെ ഈ ശുശ്രൂഷ നിങ്ങൾ നിർവഹിക്കുമ്പോൾ യേശുവിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്നുള്ള ബോധ്യത്തോടു കൂടി വേണം ചെയ്യാനായിട്ട്. So in the poorest of the poor, she and her followers were able to see the risen Christ.
and they were serving the Lord and Master of the church by doing service to the poorest of the poor in their homes. എവിടെയാ? വഴിയോരങ്ങളിലൊക്കെ വീണ് കിടക്കുന്നതായുള്ള ആളുകളെ ഗട്ടറിൽ നിന്ന്, അഴുക്ക് ചാലുകളിൽ നിന്നൊക്കെ പൊക്കിയെടുത്ത് തങ്ങളുടെ ഭവനത്തിൽ കൊണ്ടുവന്ന് ശുശ്രൂഷ ചെയ്യുന്നതായുള്ള രംഗങ്ങൾ. കാളികെട്ടിലൊക്കെ ഇന്നത്തെ പോലെ അന്ന് പാലിയേറ്റീവ് കയറൊന്നുമില്ല. അതുകൊണ്ട് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടതായുള്ള ആളുകളെയൊക്കെയാണ് പൊക്കിയെടുത്തുകൊണ്ട് വന്ന് കാളികെട്ടിലുള്ള ശുശ്രൂഷാലയത്തിൽ അവരെയൊക്കെ ശുശ്രൂഷിച്ചത്. എവിടെ മനസ്സും സ്നേഹവും ഒക്കെ ഉണ്ടോ നമ്മുടെ പ്രവർത്തന രംഗങ്ങളിൽ, എവിടെ നമ്മുടെ മനസ്സ് കേന്ദ്രീകരിച്ചിരിക്കുന്നോ, എവിടെ നമ്മുടെ സ്നേഹം പ്രദർശിപ്പിക്കാനായിട്ട് സാധിക്കുമോ, അവിടെയാണ് ദൈവസന്നിധിയിലുള്ള യാഗപീഠം എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ മീൻപിടുത്തത്തിന് പോയതായുള്ള പത്രോസും കൂട്ടരും എല്ലാം പെരുത്ത മീൻകൂട്ടമായി കരയിലേക്ക് അടുത്തു വരുന്ന അവസരത്തിൽ അവിടെ ഒരു കനൽ കൂമ്പാരത്തിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാതൽ തയ്യാറാക്കിയിരിക്കുന്ന യേശുവിനെയാണ് കാണുന്നത്. യേശുവോട് പറയുന്നത്, നിങ്ങൾ പിടിച്ച ചെറുതൊടിഞ്ഞ് കൊണ്ടുപോരെ, നിങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷൻ കൂടി ഉണ്ടാവട്ടെ, അതൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അല്ലാതെ തന്നെ യേശു അവർക്ക് വേണ്ടി അപ്പവും മീനുമൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കനൽ കൂമ്പാരത്തിന് മുമ്പിൽ നിൽക്കുന്നതായിട്ടുള്ള ഈ പത്രോസും കൂട്ടരും അവരുടെ മനസ്സിൽ മറ്റൊരു കനൽ കൂമ്പാരം ഉണ്ടാക്കുകയാണ്. കാരണം ഈ ചോദ്യം, നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ? ദൈവസന്നിധിയിൽ ആരാധിക്കാനായിട്ട് വന്നിരിക്കുന്നവരാണ് നാം എല്ലാവരും തന്നെ. എന്നാൽ ഞായറാഴ്ച ഈ ആരാധനയുടെ സമയത്ത് മാത്രമല്ല, ദൈനംദിന ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും നാം ചോദിക്കേണ്ടതായ ചോദ്യമാണ്, യേശുവിനെ സ്നേഹിക്കുന്നുണ്ട്? കഴിഞ്ഞ മാരാമൻ കൺവെൻഷൻ്റെ അവസരത്തിൽ പ്രസിദ്ധീകരിച്ച ഈശോമാർ തിമോത്തിയോസ് തിമോനിയെക്കുറിച്ച് എഴുതിയതായിട്ടുള്ള അടൂർ ഭദ്രാസനത്തിൻ്റെ ഒരു പുസ്തകത്തിൽ തലക്കെട്ട് പ്രകാരമാണ്, കുഞ്ഞെ, നീ യേശുവിനെ സ്നേഹിക്കുന്നുണ്ട്. കുഞ്ഞെ, നീ യേശുവിനെ സ്നേഹിക്കുന്നുണ്ട്. യോഹന്നാനോട് ഈ പത്രോസെ കണ്ടതിന് ശേഷം യേശുവിനോട് ചോദിക്കുകയാണ്, ഇവനെന്ത് സംഭവിക്കും? നമ്മളുടെയൊക്കെ ജീവിതത്തിലുണ്ടാകുന്നൊരു പരീക്ഷയാണ്. എൻ്റെ കാര്യമല്ല, മറ്റവരുടെ കാര്യമാണ് പലപ്പോഴും നമ്മുടെ ചിന്തയിലുള്ളത്. അതുകൊണ്ട് അവനെന്ത് സംഭവിക്കും? യേശു പറയുന്നു, അവനെന്ത് സംഭവിക്കും എന്നുള്ളതിനാണ് നീ വിഷമിക്കുന്നത്, അത് ദൈവം നോക്കിക്കൊള്ളും. എന്നാൽ നീ എന്നെ വന്ന് അനുഗമിക്കണം. വളരെ സ്പെസിഫിക്കായി, വളരെ കണക്ക് കൂട്ടി യേശു അവനോട് പറയുകയാണ്, നിൻ്റെ ജീവിതത്തിൽ ഇന്ന് ആവശ്യമായിരിക്കുന്നത് എന്നെ അനുഗമിക്കുക എന്നതാണ്. ഈ ചോദ്യവും ഉത്തരവൊക്കെ ഒരുപക്ഷെ വളരെ ലളിതമാണ് എന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ഈ പെരുത്ത മീൻകൂട്ടം അവരുടെ ജീവിതത്തിൽ, പ്രൊഫഷണൽ ലൈഫിൽ ചിന്തിക്കാൻ പോലും പാടില്ലാത്ത വളരെ ഉയർച്ചയുള്ള, വളരെ ഉന്നതമായിട്ടുള്ള, വളരെ വിജയം കൈവരിച്ചതായുള്ളൊരു സന്ദർഭമാണ്. ഇതെല്ലാം വിട്ടിട്ട് തന്നെ അനുഭവിക്കാം. ഉയർത്തെഴുന്നേറ്റ് യേശുവുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും കിട്ടുകയില്ല. അതുകൊണ്ട് അതൊക്കെ നൽകപ്പെട്ടതായുള്ള അവസരത്തിൽ ഇതിനേക്കാളൊക്കെ അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ശരി തന്നെ, അപ്പം ഉണ്ട്, മീനുണ്ട്, എല്ലാം ശരി തന്നെ. എന്നാൽ ഡു യു ലവ് മീ മോർ ദാൻ ദീസ്? എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, ഇനിയും നമ്മളുടെ ജീവിതത്തിൽ ഉപേക്ഷിക്കുന്നതിനായിട്ട് ഒന്നുമില്ല എന്ന് തോന്നുന്നതായുള്ള അവസരത്തിലാണ് എല്ലാം ഉപേക്ഷിച്ചിട്ട് ഞാൻ യേശുവിനെ അനുഗമിച്ചു എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് ഫസ്റ്റ് കമ്മ്യൂണിക്കൻസ് ഇവിടെ ഇരിപ്പുണ്ട്, 10 പേരുണ്ട്. അവരുടെ മാതാപിതാക്കളും ഒക്കെ ഇവിടെയുണ്ട്. ഇന്ന് അവർ ദൈവത്തിൻ്റെ മുൻപാകെയും ഇന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും മുമ്പാകെയും അവരുടെ വിശ്വാസത്തെ അവരുറക്കെ എൻ്റെ പിന്നാലെ ഏറ്റുമല്ലോ. അവർ പറയും, സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു,
യേശു മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. സാത്താനെ ഞാൻ 3 പ്രാവശ്യം സാത്താനെ ഞാൻ ഉപേക്ഷിച്ച് യേശു മിശിഹായിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞതായുള്ള കാര്യം നിങ്ങളുടെ ജീവിതത്തിലും വളരെ അർത്ഥവത്തായിട്ടുള്ള കാര്യമാണ്. ജീവിതത്തിൽ നൽകപ്പെട്ടിട്ടുള്ളതും ഇനി ലഭിക്കുവാനായിട്ട് പോകുന്നതും നിങ്ങൾ എന്തായിട്ട് തീരുമെന്ന് ഞങ്ങൾക്ക് ആർക്കും പറയാൻ സാധിക്കില്ല. എന്തായി തീർന്നാലും എല്ലാറ്റിലും അധികമായിട്ട് യേശുവിനെ സ്നേഹിപ്പാനായിട്ട് കഴിയും. എല്ലാം വിട്ടതിന് ശേഷം, എല്ലാം ഉപേക്ഷിച്ചതിന് ശേഷം, അതൊന്നും തന്നെ യേശുവുമായുള്ള ബന്ധത്തിന് ഇടയ്ക്ക് നിൽക്കാനായിട്ട് ഇടയാവരുത്. എല്ലാം തട്ടി മാറ്റിയതിന് ശേഷം ഇനി ഒന്നും എനിക്ക് ഉപേക്ഷിക്കുവാനായിട്ടില്ല, എൻ്റെ സർവസ്വവും ഞാൻ യേശുവിനെ നൽകിയിരിക്കുന്നു എന്ന് പറയുന്നതല്ല അനുഭവമായിരിക്കും. അവിടെയാണ് ഈ പത്രോസിനോടും മറ്റും വന്ന് പ്രാതൽ കഴിച്ചോളുവിൻ എന്ന് പറയുന്ന പോലെ കമ്മ്യൂണിയൻ റിലേഷൻഷിപ്പിലേക്ക് പ്രവേശിക്കുവാൻ നമുക്കിടയാവുന്നത്. വിശുദ്ധ സംസർഗം അനുഭവിപ്പാണ്ടൊക്കെയാണ് നമുക്കിടയായിട്ട് തീരുന്നത്. പിന്നെ ദീപിക സൺഡേ സപ്ലിമെൻറ്റിൽ കാർലോ അക്കുത്തീസ് എന്ന് പറയുന്നതായിട്ടുള്ള ഒരു ഇറ്റാലിയൻ യുവാവിനെക്കുറിച്ച് വായിക്കുന്നതിനിടയായിട്ട് തോന്നും. 1891 അദ്ദേഹത്തിൻ്റെ ജനനം. 7 വയസ്സായ അവസരത്തിൽ അവരുടെ സഭയിലുള്ള രീതി അനുസരിച്ച് വിശുദ്ധ കുർബാന ആദ്യമായിട്ട് സ്വീകരിച്ചു. എന്നാൽ അന്ന് മുതൽ എല്ലാ ദിവസവും, കത്തോലിക്ക സഭയിൽ അങ്ങനെ സാധിക്കും, എല്ലാ ദിവസവും വിശുദ്ധ കുർബാന നിരന്തരമായിട്ട് കൈക്കൊണ്ടതായുള്ള ആളാണ്. തൻ്റെ 15ാമത്തെ വയസ്സിൽ പ്രവേശിച്ച അവസരത്തിൽ ബ്ലഡ് ക്യാൻസറാണ് എന്നത് കണ്ടുപിടിച്ചു. ലുക്കീമിയാണ്. യാതൊരു പരാതിയും ദൈവസന്നിധിയിൽ അദ്ദേഹം പറഞ്ഞില്ല. ഞാൻ ഇത്രയും നിന്നെ സ്നേഹിച്ചിട്ട്, ഞാൻ ഇത്രയും നാൾ നിൻ്റെ പള്ളിയിൽ വന്നിട്ട്, ഞാൻ ഇത്രയും നാളെ കുർബാന കൊണ്ടിട്ട് എന്നെ ഇങ്ങനെയാണോ ശിക്ഷിക്കുന്നത് ചോദിച്ചു. ഒരു പരാതിയില്ല. അന്ത്യശ്വാസം വലിക്കുന്നതായുള്ള അവസരം വരെയും ദൈവത്തിലെ സ്തോത്രം പറഞ്ഞുകൊണ്ട് ജീവിച്ചതായുള്ളൊരു വ്യക്തിയാണ് കാർലോ അക്കുത്തീസ് എന്ന് പറയുന്നതായുള്ള മനുഷ്യൻ. സഭയിലുള്ള ആൾക്കാർ പറയുന്നുണ്ട്, ഒരുപക്ഷെ ഇദ്ദേഹത്തെ അധികം താമസിയാതെ ഒരു വിശുദ്ധനായിട്ടൊക്കെ പ്രഖ്യാപിച്ചെന്ന് വരാം. എന്തുകൊണ്ടാണ് വിശുദ്ധനാകുന്നത്? ഒരു പരാതിയും ജീവിതത്തിൽ പറയാനായിട്ടില്ലായിരുന്നു എന്നതുകൊണ്ടാണ്, പറഞ്ഞില്ല എന്നുള്ളതുകൊണ്ടാണ്. ഇന്ന് ഈ രാവിലെ സമയം നമ്മളോട് ചോദിക്കേണ്ടതായുള്ളൊരു ചോദ്യം, പിന്നെ ഇടവ ദിനമൊക്കെയാണ്, നാം എല്ലാവരും ഒരുങ്ങി വന്നിരിക്കുകയാണ്. നമ്മൾ ചോദിക്കേണ്ടതായുള്ള ചോദ്യം, ഒരു പരാതിയും പറയാതെ എനിക്ക് ഈ ലോകത്തിൽ ജീവിക്കാനായിട്ട് കഴിയുമോ? ഇപ്പോൾ ഒന്നും ഉത്തരം പറയണ്ടേ. എന്നാ ഉത്തരം പറഞ്ഞാലും അവിടെയെല്ലാം പത്രോസിനെ പോലെ പരാജയപ്പെടും. അതുകൊണ്ട് പറയണ്ടേ. എന്നാൽ ഇന്ന് മുതൽ നമ്മളുടെ ജീവിതത്തെ വൈകുന്നേരമൊക്കെ ഒന്ന് വിശകലനം ചെയ്യുന്ന അവസരത്തിൽ ഞാൻ എത്ര പരാതി എന്ന് പറഞ്ഞു എണ്ണിയാൽ മതി. പരാതികളാണ് നമ്മുടെ ജീവിതത്തിൽ ഏറെയുള്ളത്. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പറയും, അമ്മ എനിക്ക് ഇച്ചിരി കൂടി ഉറങ്ങണം, ഉറങ്ങിയതൊന്നും പോരാ. ഇല്ല, വളരെ ബന്ധപ്പെട്ട് അവർക്ക് വേണ്ടി വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടി ഭക്ഷണമൊക്കെ തയ്യാറാക്കി മേശപ്പുറത്ത് കൊണ്ടുവയ്ക്കുന്ന അവസരത്തിൽ ഒരാൾ പറയാണ്, അമ്മേ ഇന്നതുണ്ടാക്കിയില്ലേ? അല്ലെങ്കിൽ എന്തൊക്കെ പരാതികൾ, ഉപ്പ് കൂടിപ്പോയെന്നോ എരിവ് കൂടിപ്പോയെന്നോ എന്തൊക്കെ പരാതികളാണ് കേൾക്കാനായിട്ടില്ലാവുന്നു. പരാതികൾ പരാതികൾ പരാതികൾ. പരാതി പറയാതെ നിരന്തരമായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് ഈ ലോകത്തിൽ ജീവിപ്പാനായിട്ട് ദൈവമക്കളായ നമുക്ക് സാധ്യമായിട്ട് തീരണം. ഉദ്ധിതനായുള്ള യേശു പത്രോസിനോട് പറയാണ്, യു ഫോളോ മീ,
എങ്ങനെയാണ് യേശുവിനെ അനുഗമിപ്പാൻ കോണം നമുക്ക് ഇടയായിട്ട് തീരുന്നത്? പൗലോസപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയതായുള്ള ലേഖനത്തിലൂടെ പറയുന്നുണ്ട്, ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. The attitude that Jesus Christ had, let that be our attitude. ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്നുള്ള പുസ്തകമൊക്കെ എഴുതുവാനായിട്ട് ഇടയായി തീർന്നത് ഇതിൻ്റെ ഒരു ധ്യാനത്തിൻ്റെ സമാഹാരമാണ്. Imitating Christ, because we are His image. ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സ്വഭാവത്തിൽ ജീവശ്വാസം നൽകി ജീവനുള്ള ദേഹിയാക്കി തീർത്ത വ്യക്തികളാണ് നാം എല്ലാവരും തന്നെ. ഈച്ച് ക്രിയേഷൻ ഈസ്, ഓരോ സൃഷ്ടിയും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ വളരെ വിലപ്പെട്ടതാണ്. ഒരു പക്ഷേ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഏതെങ്കിലും സമയത്ത് ആരുടെയെങ്കിലും വായിൽ നിന്ന് നിന്നെയൊക്കെ എന്തിനു കൊള്ളാമെന്ന് ചോദിച്ച് കേട്ടിട്ടുണ്ട്. ദൈവം അത് പറയല. ഐ വോണ്ട് യു. ഒരിക്കൽ ഒരു കുഞ്ഞ് മദർ തെരേസയുടെ അടുത്ത് വന്ന് പറഞ്ഞു, അമ്മേ, എൻ്റെ അപ്പായ്ക്ക് എന്നെ വേണ്ട. എൻ്റെ അമ്മയും പറഞ്ഞു, നിന്നെ എനിക്ക് ഇവിടെ ഈ വീട്ടിൽ വേണ്ട. എന്നിട്ട് അമ്മയോട് ചോദിക്കുന്നത്, മദർ തെരേസയോട് ചോദിക്കുന്നത്, അമ്മയ്ക്ക് വേണോ? അപ്പോൾ മദർ തെരേസ പറഞ്ഞു, വേണം. ബിക്കോസ് ഗോഡ് ലവ്സ് യു. യു ആർ പ്രഷ്യസ് ഇൻ ദ സൈറ്റ് ഓഫ് ഗാഡ്. യു ആർ ആൻ ആപ്പിൾ ഇൻ ഹിസ് ഐ. വേണം. ഈ ലോകത്തിൽ കാണുന്ന സമസൃഷ്ടങ്ങളെല്ലാം നോക്കി നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ മിനിസ്ട്രിയിലെ ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന ഒന്നാണ് ഇൻകാർണേഷണൽ മിനിസ്ട്രി. ഹി ഇൻകാർണേറ്റഡ് ഇൻ ടു ഹ്യൂമൻ സിറ്റുവേഷൻസ്. ഹി ബിക്കെയിം എ ഹ്യൂമൻ. അവനിൽ പൂർണ്ണ മനുഷ്യത്വവും പൂർണ്ണ ദൈവത്വവും ദർശിപ്പാനായിട്ടിടയാകുന്നു. ഹി ബിക്കെയിം ഹ്യൂമൻ. മനുഷ്യനായി തീർന്നു എന്ന് മാത്രമല്ല, മറ്റ് മനുഷ്യരുടെയൊക്കെ ആവശ്യങ്ങളെ നോക്കിക്കാണേണ്ട കോണം ദൃഷ്ടിയുള്ളവനായിട്ട് യേശു തീർന്നു. യേശുവിൻ്റെ ജീവിതത്തിൽ മൗണ്ടൻ ടോപ്പ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. മലയുടെ താഴ്വരയിലെ കടൽ തീരത്തൊക്കെ ഉണ്ടായിരുന്നതായുള്ള ദർശനം ഉണ്ടായിരുന്നു. യേശുവിൻ്റെ ദൃഷ്ടിയിൽ മറ്റാരേക്കാളും അധികമായി എനിക്കിന്ന് ആ ഗദരദേശത്ത് പോയി കല്ലറയുടെയിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നതായുള്ള മനുഷ്യനെ കാണണം എന്നുള്ള താല്പര്യമുണ്ടായിരുന്നു. ഹി ഹാഡ് പ്രിഫറൻഷ്യൽ ഓപ്ഷൻ. എല്ലാവരും വേണം. എന്നാൽ മനുഷ്യർ തന്നെ മനുഷ്യനെ തള്ളി ഉപേക്ഷിച്ച് വേണ്ട എന്ന് പറയുന്നതാളുടെ രംഗത്ത് എന്ന് പറയാണ്, എനിക്ക് നിന്നെ വേണം. നമുക്ക് ആ വേദഭാഗം അറിയാം. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ് അത് വിവരിക്കുന്നത്. ആ വേദഭാഗം നമുക്കറിയാം. അവിടെ യേശുവിനോട് ചേർന്ന് പടകിൽ കയറി പോകാനായിട്ടാണ് അവൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ യേശു പറഞ്ഞു, വേണ്ട, നീ നിൻ്റെ വീട്ടിൽ പോയി നിൻ്റെ വീട്ടിലുള്ളവരോട് ദൈവം നിനക്ക് ചെയ്തു എന്ന് പ്രസ്താവിക്കുക. ഹി വാസ് മെയ്ഡ് ആൻ അപ്പോസ്റ്റൽ. അവൻ ആ ദെക്കപ്പൊലി നാട്ടിലൊക്കെ പോയി അത് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ 10 പട്ടണങ്ങളിലെ ഒരു സുവിശേഷകനായിട്ട് മാറി. 10 towns ഓഫ് ഡെക്കപ്പോലിസ്. ധനവാനും ചുങ്കക്കാരിൽ പ്രധാനിയുമായിട്ടുള്ള സക്കായി യേശുവിനെ കാണാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ അവന് കഴിഞ്ഞില്ല. അപ്പോൾ അവനൊരു കാട്ടത്തെ വൃക്ഷത്തിൽ കയറി. വളരെ പുരുഷാരത്തോടു കൂടി അതിലെ വന്നതായിട്ട് യേശു അതിൻ്റെ ചുവട്ടിൽ വന്ന അവസരത്തിൽ അവിടെ നിന്നു നേരെ മുകളിലോട്ട് നോക്കി, സക്കായി ഇറങ്ങി വാ, എനിക്ക് നിൻ്റെ വീട്ടിലാണ് ഞാൻ ഇന്ന് പാർക്കാൻ പോകുന്നത്. മറ്റുള്ളവരെല്ലാം അവനെക്കുറിച്ച് പറഞ്ഞത് അവൻ പാപിയാണ്. എന്നാൽ യേശു പറഞ്ഞു, ഇവൻ അബ്രഹാമിൻ്റെ മകനാണ്. വാട്ട് എ ഡിഫറൻസ്!
അവൻ പാപിയാണ്, അവൻ അബ്രഹാമിൻ്റെ മകനാണ്. വന്ന് അനുഗമിക്കുക, ഫോളോ മീ എന്നുള്ള യേശുവിൻ്റെ ആഹ്വാനം നാം കേൾക്കുന്നതായുള്ള അവസരത്തിൽ ഈ ഇൻകാർണേഷണൽ മിനിസ്ട്രി നമ്മുടെ ജീവിതത്തിലൂടെ നിറവേറുന്നതിനായിട്ടാണ് നമ്മെ ആക്കിയിരിക്കുന്നത്. നമ്മളുടെ ജീവിത സാഹചര്യത്തിൽ, നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ നാം ജീവിക്കുന്നതായുള്ള ഈ പ്രപഞ്ചത്തിൽ തന്നെ യേശു എപ്രകാരം ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ദൈവപുത്രനാകുന്നു എന്നത് വെളിപ്പെടുത്തിയോ, നിനക്ക് ദൈവരാജ്യത്തിൽ ഒരു സ്ഥാനമുണ്ട് എന്നത് മറ്റുള്ളവരോട് പറഞ്ഞുവോ, അതുപോലെ ജീവിപ്പാനായിട്ട് നമ്മെ ഓരോരുത്തരെയും വിളിക്കുകയാണ്, വേർതിരിക്കുകയാണ്. എന്നിട്ടാണ് പറയുന്നത്, എൻ്റെ ആടുകളെ മേയിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇത് നമുക്ക് സാധ്യമായിട്ട് തീരുന്നത് നാം യേശുവിനെ എല്ലാറ്റിനേക്കാൾ അധികമായി സ്നേഹിക്കുന്നതായിട്ടുള്ള ആവശ്യമാണ്. ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. ഇനിയും എനിക്ക് ഉപേക്ഷിക്കുവാനായിട്ട് ഒന്നുമില്ല എന്ന് പറയുന്നതായുള്ള രംഗത്ത് എന്ന് പറഞ്ഞാൽ എല്ലാം ഉപേക്ഷിച്ചു. എന്തിനു വേണ്ടി? യേശുവിനെ അനുഗമിക്കുന്നതിന് വേണ്ടി. ഭർത്തിമായി അങ്ങനെയാണല്ലോ ചെയ്തത്. അവനൊരു പുതപ്പുമൊക്കെ ഉണ്ടായിരുന്നു, അവനിരിക്കാനൊരു സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അവനോട് ചാടി എഴുന്നേറ്റ് യേശുവിൻ്റെ അടുത്ത് വന്നു. യേശുവിൽ തന്നെ കാഴ്ച പ്രാപിച്ചു. എന്നിട്ട് പിന്നെ യേശുവിനെ അനുഗമിച്ചു. ബാക്കിയെല്ലാം വിട്ടു, കളഞ്ഞു. വേണ്ട, ഐ വിൽ ഫോളോ യു. ഇതാണ് ദൈവം നമ്മളുടെ പ്രതീക്ഷിക്കുന്നത്. നാം കേൾക്കുന്നതായുള്ള വെറും വചനങ്ങളായിട്ട് മാറാതെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് തീരുവാൻ കൊണ്ട കർത്താവേ, നിൻ്റെ ആത്മാവിൽ ഞങ്ങളെ സ്ഥിരമാനസരാക്കണമേ എന്നത് പ്രാർത്ഥിക്കാം. സ്ഥിരമാനസരാക്കണമേ. ലെറ്റ്സ് ഫിക്സ് അവർ മൈൻഡ് ഇൻ ഫോളോയിങ് ഹിം. ലെറ്റ്സ് ഫിക്സ് അവർ മൈൻഡ്. കുറ്റിയടിച്ച് നിർത്തുന്ന പോലെ, ഒരു നങ്കൂരമിട്ട് വയ്ക്കുന്ന പോലെ. ഇനി ആടി ഒലയുന്നതായുള്ള സാഹചര്യമല്ല. ഈസ് ഫിക്സ്ഡ്, ഫോക്കസ്ഡ്. യേശു മാത്രം മതി. എന്നെ അനുഗമിക്കുക എന്ന യേശുവിൻ്റെ വാക്കുകൾ കേൾക്കുവാൻ ഈ നാളുകളിലെല്ലാം കർത്താവ് നമ്മെ സഹായിക്കട്ടെ.